ആ 10 പേരിലും നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ യഥാർത്ഥ ഇൻ്റലിജൻസ് ഏത് ഏരിയയിൽ രക്ഷപ്പെടാമെന്ന് അറിയാൻ പറ്റും. ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, ഇനിയല്ല ആർട്ടിസ്റ്റ് ആകണോ, അതിനെ പറയുന്ന ഒരു DMIT ടെസ്റ്റ് എന്നാണ്. അത് DMIT, ഡെർമിറ്റോഗ്രാഫിക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ്. ചെറുപ്പം മുതൽ കുട്ടികളുടെയൊക്കെ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അവർ ഏത് മേഖലയിലാണ് വിജയിക്കാൻ പറ്റുമെന്ന് കറക്റ്റ് അറിയാം. അതനുസരിച്ചുള്ള ഗൈഡ് ലൈൻസ് കിട്ടും. നമുക്കിവിടെ കൊച്ചിയിലും അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തൊക്കെ സെൻ്റർ ഉണ്ട്. ഡോക്ടർ ജയപ്രകാശ് സർ, വെൽക്കം ടു ABC മലയാളം ജ്യോതിഷം. നമസ്കാരം. നമസ്കാരം സാറേ. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല. ആഗ്രഹങ്ങളും കഴിവും എല്ലാം ഉണ്ടായിട്ടും വിചാരിച്ച കാര്യത്തിലോ ലക്ഷ്യത്തിലോ എത്തിപ്പെടാതെ വിധി, തലവര, ഈ പറയുന്ന 2 കാര്യങ്ങളെ കുറിച്ച് മാത്രം ആലോചിച്ച് സമാധാനിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. വിധി, തലവര, ഇത് രണ്ടും ശരിക്കും ഉണ്ടോ? ഇത് പലപ്പോഴും പൊതുസമൂഹത്തിൻ്റെ കാലങ്ങളായിട്ടുള്ളൊരു സംശയമാണ്. എല്ലാ കാലഘട്ടത്തിലും ഇത് ഉയർന്നു വരാറുണ്ട്. നമുക്ക് വരുന്ന അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ വരുമ്പോൾ ചിലതിന് ഉത്തരം കിട്ടാതെ വരും. ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ് ഇതെൻ്റെ തലവരെയാണോ അല്ലെങ്കിൽ ഇതെൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ജീവിതം ശേഷകാലം ഹോമിക്കുന്ന ഒരു പ്രവണത. അത് പണ്ട് മുട്ടയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ അത് ഏറി വരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിക്കുന്നുള്ള ഒരു അറിവില്ലായ്മയാണ്. ഏതൊരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് അറിവില്ലായ്മ ഉണ്ടാകുന്നു, അവിടെ എന്തുണ്ടാകുന്നു, വ്യക്തത കിട്ടാതെ വരുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് വിധി, അല്ലെങ്കിൽ എൻ്റെ തലവരെയാണെന്നത്. വിധിയായാലും തലവരെയായാലും അറിയേണ്ട രീതിയിൽ അറിഞ്ഞ് പ്രവർത്തിച്ചാൽ അതിനെല്ലാം പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ തടസ്സം സൃഷ്ടിക്കുന്ന മടി എന്ന് പറഞ്ഞ സംഭവമാണ്. ഒന്ന്, ചിലർക്ക് വ്യക്തത കിട്ടുന്നത്, ക്ലാരിറ്റി കിട്ടുന്നില്ല, നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ളൊരു ലക്ഷ്യമില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിൽ തളർന്നു പോകും. അതിനെ വിധി എന്ന് വഴിയായി. വിധി എന്ന് പറഞ്ഞാൽ കർമ്മഫലവും കാഴ്ചപ്പാടുമാണ്. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള ഏത് അനുഭവങ്ങളുടെയും പിന്നിൽ ഒരു കർമ്മമുണ്ട്, ആക്ഷൻ. അതിൻ്റെയാണുള്ള റിസൾട്ടല്ല സംഭവിക്കുന്നത്. അപ്പം കർമ്മഫലവും കാഴ്ചപ്പാടുമാണ് വിധി അല്ലെങ്കിൽ തലവര. കർമ്മഫലം കൊണ്ട് നിർത്തരുത്, കാഴ്ചപ്പാട്. ഇനി മുതലുള്ള കാഴ്ച നമ്മൾ കണ്ടറിഞ്ഞ് മുമ്പോട്ട് പോയാൽ മുമ്പുണ്ടായിരുന്ന ദുർവിധിയെ മറികടക്കാം എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വര വരയ്ക്കും നമ്മൾ, അത് ഓൾറെഡി അവിടെ ഫിക്സാണ്. ഈ വരയെ ഇനി തൊടാൻ പറ്റില്ല. ഈ വര ഇനി ചെറുതായി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഇപ്പോൾ ഉള്ള ചെറിയ വര എന്ന് പറയുന്ന വിധി നമ്മളിപ്പോൾ അനുഭവിക്കുന്നതാണ്. ആ വരയെ തൊടാതെ ഈ വര ഇനിയും ചെറുതായി കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതിന് തൊട്ടടുത്ത് വലിയൊരു വര വരയ്ക്കുക എന്നുള്ളതാണ്. പ്രസൻറ്റിലുള്ളതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചിലതുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വിധിയും തലവരയൊക്കെ നമുക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം വിധി, തലവര എന്ന് കൂടുതലും അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പരിശ്രമിച്ചിട്ടും കിട്ടാതാവുമ്പോഴാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈ എല്ലാവർക്കും ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റുകൾ വ്യത്യാസമാണല്ലോ. ചിലർ കുറച്ച് പരിശ്രമിക്കും, അത് കഴിഞ്ഞിട്ട് അത് വിട്ടുകളയും. ചിലരതല്ല, ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണേലും അതിനൊരു പോസിറ്റീവായിട്ടുള്ള സൈൻ ഉണ്ടാകും എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി ഇറങ്ങിത്തിരിക്കും. ആദ്യം വേണ്ട ഒരു ഡിറ്റർമിനേഷനാണ്, ഒരു ഇച്ഛാശക്തി. ഇച്ഛാശക്തിയായിട്ട് നടക്കുന്ന വ്യക്തികൾക്ക് ശരിക്കും അതിന് യോജിച്ച രീതിയിലുള്ള ഒരു ജ്ഞാനശക്തി കിട്ടുമെന്നുള്ളതാണ്. നമ്മൾ കേട്ടോ, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി = സക്സസ്. ആദ്യം ആ വ്യക്തിയിൽ ഇപ്പോൾ മുന്നിൽ തടസ്സമുണ്ടായാലും ഉള്ളിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു ഡിസയറുണ്ട്, ഇച്ഛാശക്തി, അത് ശക്തമാണെങ്കിൽ അത് നേടുന്നതിന് ആവശ്യമായിട്ടുള്ള അറിവും അവരുടെ മുന്നിൽ എത്തുമെന്നുള്ളതാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലും പറ്റില്ല. ആക്ഷനോടെ വരുമ്പോൾ മാത്രമേ ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ പലരും ആദ്യത്തെ ഫസ്റ്റ് ഫേസിൽ കാണുന്നത് കൊണ്ട് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. എല്ലാ രംഗത്തും സാധ്യതകളുണ്ട്, സാധ്യതയില്ലാത്ത ഒരു രംഗമില്ല. പക്ഷെ അതിന് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്ന അടിസ്ഥാനത്തിലാണ് എൻ്റെ ജയവും പരാജയവും എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ പറയാൻ പറ്റുമോ? ഭാഗ്യം ഈ പറയുന്ന പോലെ തന്നെ എല്ലായ്പ്പോഴും അനുകൂലമായിരിക്കണമെന്നില്ലല്ലോ. ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ, നല്ല കാറ്റടിച്ചു കഴിഞ്ഞാൽ വഴിയിൽ കിടക്കുന്ന കരിയിലയും പറക്കും, ചിത്രശലഭവും പറക്കും. എന്നാൽ
കരിയിലേക്ക് കാറ്റടിക്കുമ്പോൾ മാത്രമേ പറക്കാൻ പറ്റുള്ളൂ. ചിത്രശലഭത്തിന് സ്വന്തം ചിറകുകളിൽ കരുത്ത് ഉണ്ട്. ആ കരുത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ കാറ്റില്ലേലും പറക്കാൻ പറ്റും. അപ്പം പലരും ഈ വിധിയെ അല്ലെങ്കിൽ ഭാഗ്യത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തൻ്റെ ഉള്ളിലുള്ള ചില കഴിവിനെ കാണുന്നില്ല. അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് എല്ലായ്പ്പോഴും ഭാഗ്യത്തോടെ നീങ്ങാൻ പറ്റുക. ഇപ്പം ജ്യോത്സ്യപ്രവചനത്തിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നമ്മൾ എന്താവുന്നത് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ പറ്റുമെന്ന്. അപ്പം അതുപോലെ നമ്മൾ എന്തായിത്തീരും എന്ന് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? മുൻകാലങ്ങളിൽ ഇതേപോലെ നമ്മുടെ പുനർജന്മത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തെ സംബന്ധിച്ചുമൊക്കെയുള്ള ഒരു അസംഷൻ ജാതകവശാൽ ജ്യോതിഷത്തിലൊക്കെ കണ്ടെത്തി അതിന് പരിഹാരക്രിയകളൊക്കെ അന്നും ചെയ്യുന്നുണ്ട്, ഇന്ന് ചെയ്തു പോരുന്നുണ്ട്. അത് 100% എല്ലാം സക്സസ് ആണോ എന്ന് വെച്ചാൽ അല്ല. കാരണം പലരും കൊണ്ട് കൊടുക്കുന്ന ജനനസമയത്തിൻ്റെ സമയം കറക്റ്റ് ഒന്നും ആയിരിക്കണമെന്നില്ല. ലഭ്യമായിരിക്കുന്ന വെച്ച് അവർ പ്രവചിക്കും. അതുകൊണ്ട് ചിലത് ശരിയാവും കറക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ശരിയാകില്ല. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ, ഇൻ്റലിജൻസിനെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. തലച്ചോറിന് ആണല്ലോ എല്ലാ ഇൻ്റലിജൻസ് കേന്ദ്രങ്ങളും ഉള്ളത്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നാണ് പറയുന്നത്. മൈൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ MIND, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഇൻ നോർമൽ ഡയറക്ഷൻ. നമുക്ക് എല്ലാവർക്കും മനസ്സുള്ളവരാണ്, മൈൻഡുള്ളവരാണ്. പക്ഷേ അതിനകത്തുള്ള ഇൻ്റലിജൻസ് ഏതിലാണോ ഏറി നിൽക്കുന്നത് അവിടെ എത്തുമ്പോൾ മാത്രമേ ഓരോന്നിനും സക്സസ് ആവുള്ളൂ. അതിന് സ്കില്ലെന്ന് പറയും. നമ്മൾ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ്. ഒരാളെ പോലെ മറ്റൊരാളുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഫിംഗർ പ്രിൻ്റൊക്കെ കണ്ടില്ലേ, ഹസ്തരേഖയൊക്കെ, ഒരാളെപ്പോലെ മറ്റൊരാൾ ഒരിക്കലും സമാനത ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പാസ്പോർട്ടിലും ആധാർ കാർഡിലും ഒക്കെ നമ്മുടെ ഒരു സ്കെച്ച് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഈ ഫിംഗർ പ്രിൻറ്റും അല്ലെ കൈരേഖകളും നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററും ഡയറക്റ്റ് കണക്ഷനാണ്. അപ്പോൾ നമ്മൾ തലേ എന്ന വിധി എന്നൊക്കെ പറയുന്നത് ഇത് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ഡയറക്റ്റ് അറിയാൻ പറ്റും. പണ്ട് ജ്യോതിഷ പ്രവചനത്തിലൂടെയും നമ്മുടെ ഭാവിയെ പറ്റിയൊക്കെ ലഭ്യമായ കൊടുക്കുന്ന നമ്മൾ പിറന്നു വീണ സമയം വെച്ച് കണക്ക് കൂട്ടി പറയലായിരുന്നു. ഇപ്പം നമ്മൾക്കറിയാമല്ലോ, നമ്മുടെ ശരീരത്തിനകത്തുള്ള ഏത് പ്രശ്നമുണ്ടെങ്കിലും പണ്ട് ആ രംഗത്തുള്ള ഭിഷഗ്വരന്മാർ, വൈദ്യന്മാർ അവരുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ചികിത്സിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ഒരു കോംപ്രിഹെൻസീവ് ചെക്കപ്പ് നടത്തും, സ്കാനിങ് ഒക്കെ നടത്തി കറക്റ്റ് സ്പോട്ട് കണ്ടുപിടിച്ച് അതിന് ശേഷമാണ് ചികിത്സ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ തലവര കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഈ ഫിംഗർ പ്രിൻ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഫിംഗർ പ്രിൻറ്റും തലച്ചോറിൻ്റെ ഡയറക്റ്റ് കണക്ഷനാണ്. കാരണം ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പം ഒരു ക്യാഷ്നട്ട് പോലെ ആണ് ഇരിക്കുന്നത്. കൈകാലുകളൊക്കെ രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് കൈയൊക്കെ ഇങ്ങനെ തലയോട്ടിൽ ചേർന്നായിരിക്കുന്നു. അപ്പം അന്ന് തലയോട്ടിയൊക്കെ ഉറച്ചു വരുമ്പോൾ കൈയൊക്കെ വിട്ട് അമ്മയുടെ വയറ്റിൽ ഒരു 5-5 മാസമാകുമ്പോൾ നീന്തി കളിച്ചോടും. അന്ന് പ്രസ് ചെയ്തിരുന്ന ഫിംഗർ അല്ലെങ്കിൽ ഡെർമിറ്റ്സ് പോർഷനാണിത്, തൊലിയുടെ പോർഷൻ. ആ പ്രിൻ്റാണ് ഈ കാണുന്ന പ്രിൻ്റ്. ഇതും തലച്ചോറിലെ ഇൻ്റലിജൻസ് കേന്ദ്രങ്ങളുടെ ഡയറക്റ്റ് കണക്ഷനാണ്. ഇത് സ്കാൻ ചെയ്യാനുള്ള സ്റ്റഡീസ് നടന്നു, റിസർച്ച് നടന്നു. അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യൂറോപ്പിലും അമേരിക്കയിലൊക്കെയാണ് കണ്ടുപിടിച്ചത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണമാണ്. ആ 10 പേരിലും നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ യഥാർത്ഥ ഇൻ്റലിജൻസ് ഏത് ഏരിയയിൽ രക്ഷപ്പെടാമെന്ന് അറിയാൻ പറ്റും. ഡോക്ടറാകണോ, എഞ്ചിനീയറാണോ, ഇനിയല്ല ആർട്ടിസ്റ്റ് ആകണോ, ഒരുപക്ഷെ പലരും ജീവിതകാലം മുഴുവൻ ഇത് കാണാതെ പോകും. അപ്പോൾ ഇങ്ങനെ ഫിംഗർ പ്രിൻ്റ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ പറയുന്ന ഒരു DMIT ടെസ്റ്റ് എന്നാണ്. അതായത് DMIT, ഡെർമിറ്റോഗ്രാഫിക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ്. നമുക്ക് ഓരോരുത്തർക്കും ചില ഇൻ്റലിജൻസ് ഉണ്ട്, അത് കണ്ടെത്തുന്നതാണ് വിജയം. ഇപ്പം ചെറുപ്പം മുതൽ കുട്ടികളുടെയൊക്കെ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അവർ ഏത് മേഖലയിലാണ് വിജയിക്കാൻ പറ്റുമെന്ന് കറക്റ്റ് അറിയാം. അതനുസരിച്ചുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കും. അപ്പോൾ നമ്മുടെയൊക്കെ സെൻറ്ററിൽ അത് ഇതേപോലെ ടെസ്റ്റ് എടുത്ത് റിപ്പോർട്ട് അനലൈസ് ചെയ്ത് കൺസൾട്ടേഷനായിട്ട് ആൾക്കാർ വരാറുണ്ട് നിരവധി. നമുക്കിവിടെ കൊച്ചിയിലും അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുമൊക്കെ സെൻറ്ററുണ്ട്. അവിടെ നിരവധി ആൾക്കാർ, കുട്ടികളുടെ ആയിക്കോട്ടെ മുതിർന്നവരുടെ ആയിക്കോട്ടെ, ഈ ഭാവി കൃത്യമായ രീതിയിൽ പ്രിൻ്റായിട്ട് കൈ കിട്ടും. 10-35 പേജുള്ള പ്രിൻ്റായിട്ട് കൈ കിട്ടിയാൽ അത് വെച്ചിട്ട് കൺസൾട്ടേഷൻ എങ്ങനെ ഗൈഡ് ചെയ്യും, എവിടെ എത്താൻ പറ്റും, ഇപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്താൽ അവിടെ എത്താൻ പറ്റും, ഇതെല്ലാം ക്ലിയർ ആക്കി കൊടുക്കുന്നതാണ് DMIT ടെസ്റ്റ്. ജാതകത്തിൻ്റെ തന്നെ പണ്ട് ജാതകം അതേ ഉള്ളായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ സ്മാർട്ട് യുഗത്തിലല്ലേ ജീവിക്കുന്നത്. ഇപ്പം സ്മാർട്ട് യുഗത്തിലെല്ലാം സ്മാർട്ടായി. നമ്മളെന്തെല്ലാം സ്മാർട്ട് വെച്ച് ഉപയോഗിക്കാറുണ്ട്. സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, സ്മാർട്ട് TV, സ്മാർട്ട് ക്ലാസ്, എല്ലാം സ്മാർട്ടായി. അപ്പം നമ്മുടെ ഇൻ്റലിജൻസിനെ കണ്ടുപിടിക്കാൻ ചില സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ മനസ്സിലാക്കിയാൽ മറ്റെങ്ങോട്ടും വ്യതിചലിച്ച് പോകാതെ സക്സസ്സിലേക്ക് എത്തും. ഇപ്പം മമ്മൂട്ടിയോ മോഹൻലാലോ അത് കണക്കുള്ള മഹാനടന്മാർ ഒക്കെ എന്ന് വെച്ചാൽ
ചെറുപ്പം മുതൽ അവർ ആ സ്കില്ലിൻ്റെ മേഖലയിലായിരുന്നു. ഉം. അതുകൊണ്ട് ഇടവും വല്ലതും നോക്കേണ്ടി ഇപ്പോഴും ആ തട്ടകം വാഴുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളിൽ പലരും ജീവിതം മുഴുവൻ കഴിഞ്ഞാലും ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു സ്കില്ല് അറിയുന്നില്ല. അതായത് ചാരത്തിനടിയിൽ മൂടിക്കിടക്കുന്ന കനൽ പോലെയാണ് അത്. പലരും പല മാർഗങ്ങളിലൂടെ പോയി. ഇപ്പം മെഡിസിന് താല്പര്യമില്ലെങ്കിലും അല്ല, കുറച്ച് ആഗ്രഹം ഉണ്ടാകും. അവർ ആ ഗ്ലാമറസ് ആയിട്ടുള്ള പൊസിഷനാണ് പലരും കാണുന്നത്. ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, ആഗ്രഹപ്രകാരം ചേരുന്നു. പക്ഷേ ആ സിലബസ് ഫോളോ ചെയ്യാനുള്ള സ്കില്ലില്ലെങ്കിലോ ഇനി ജോലി കിട്ടിയാൽ തന്നെ ഇപ്പോൾ ഡോക്ടറായാലും ഉള്ള എഞ്ചിനീയർ ആയാലും അതിന് ഉള്ളിൽ ആ സ്കില്ലുണ്ടെങ്കിലേ ഒരു പാഷനേറ്റീവായിട്ട് ജീവിതം നയിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്ത് കളയും. ഇതൊക്കെ മുൻകൂട്ടി കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സ് കുറച്ചുകൊണ്ട്, ഇപ്പോൾ സ്ട്രെസ്സിൻ്റെ കാലഘട്ടമാണല്ലോ, സ്ട്രെസ്സ് കുറച്ചുകൊണ്ട് ലഘൂകരിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ജീവിതത്തിൻ്റെ സക്സസ്സിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെയാണ് ഈ ഒരു ശാസ്ത്ര കാലഘട്ടത്തിൽ വളരെയേറെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊരു പുതിയ അറിവാണ്. താങ്ക് യു സർ. പ്രസിദ്ധ സ്പിരിച്വൽ സയന്റിസ്റ്റും ഹീലറുമായ ഡോക്ടർ ജയപ്രകാശുമായി നിങ്ങളുടെ ആത്മീയവും മാനസികവുമായ പ്രശ്നപരിഹാരങ്ങൾ നേരിട്ട് മനസ്സിലാക്കാം. താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയയ്ക്കുക. സ്പിരിച്വൽ ഹീലർ ഡോക്ടർ ജയപ്രകാശുമായി നേരിട്ട് ബന്ധപ്പെടുവാൻ ABC മലയാളം ജ്യോതിഷം നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.